വെൽക്കം ടു ഹെൽത്ത് ഫ്ലിക്സ്. നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്കുണ്ടാവുന്ന ചില കോമൺ കൺസേൺസിനെ പറ്റിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇയർ, നോസ് ആൻഡ് ത്രോട്ട് ഹെൽത്ത്. ഇവയുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും അവയുടെ പരിഹാരങ്ങളെക്കുറിച്ചും ഇന്ന് നമുക്കൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ ഷാരൂഖ് അലിയാണ്, ENT സ്പെഷ്യലിസ്റ്റ്. വെൽക്കം ഡോക്ടർ. താങ്ക് യു. ഡോക്ടറിന്റെ സ്പെഷ്യലൈസേഷൻ എന്തിലൊക്കെയാണ്? ഞാൻ ആസ് യു റൈറ്റ്ലി സെഡ് ഞാനൊരു ENT സർജനാണ് ആൻഡ് ഐ എം സബ് സ്പെഷ്യലൈസ്ഡ് ഇൻ ലാരിങ്കോളജി. ദാറ്റ് ഈസ് ഐ ഡീൽ വിത്ത് വോയിസ്, എയർവേ ആൻഡ് swallowing. വോയിസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ തരം ഡിസീസസും ഞങ്ങൾ നോക്കാറുണ്ട്. പിന്നെ എയർവേ സ്റ്റീനോസിസ് അഥവാ എയർവേ ഇഷ്യൂസ്, പിന്നെ swallowing കഴിക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കഴിക്കുമ്പോൾ ഒരു തടസ്സം, ഇതെല്ലാം വരുന്ന എല്ലാ ഡിസീസസും ഞങ്ങൾ ലാരിങ്കോളജിസ്റ്റാണ് ഇപ്പോൾ നോക്കുന്നത്. സോ നമ്മുടെ വോയിസിനെ എഫക്ട് ചെയ്യുന്ന പ്രൈമറി ആയിട്ട് വോക്കൽ നോട്യൂൾസ്, വോക്കൽ പൊളീപ്സ്, അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസ് നമുക്ക് എങ്ങനെ നേരത്തെ തന്നെ തിരിച്ചറിയാൻ പറ്റും, അതിന്റെ സിംറ്റംസ് ഒക്കെ? ഒരു പേഷ്യൻ്റ് വോക്കൽ നൊഡ്യൂളായാലും വോക്കൽ പോളിപ്പായാലും ഫസ്റ്റ് അവരുടെ മെയിൻ കംപ്ലയിൻറ്റ് ഹോർസ്നെസ് ആയിരിക്കും, അതായത് കരകരപ്പ്. സംസാരിക്കുമ്പോൾ ബ്രേക്കായി പോകുന്നു, അല്ലെങ്കിൽ സൗണ്ടിന് വ്യത്യാസം വന്നു, ഇതൊക്കെയാണ് അവരുടെ മെയിൻ കംപ്ലയിൻറ്റ്സ്. ഈ കംപ്ലയിൻറ്റ്സ് ആയിട്ട് വരുമ്പോൾ അത് മോസ്റ്റ്ലി ഒരു 3 months ആണ് ആ കംപ്ലയിൻറ്റ്സ് ഉള്ളതെങ്കിൽ അതൊക്കെ ചിലപ്പോൾ ഏർലി വോക്കൽ നൊഡ്യൂൾസിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരും. എന്നാൽ ഇയേഴ്സ് ആയിട്ട് ഇങ്ങനെ സിംറ്റംസ് ഉള്ളവരാണെങ്കിൽ ദാറ്റ് ക്യാൻ ബി ഹാർഡ് നൊഡ്യൂൾസ്. അത് നൊഡ്യൂൾസ് തന്നെ ഏർലി ടൈപ്പ് സോഫ്റ്റ് നൊഡ്യൂൾസും ഉണ്ട്, ലേറ്റർ ആകുമ്പോഴത്തേനും അത് ഹാർഡ് നൊഡ്യൂൾസാവും. അപ്പോൾ അതേപോലെ തന്നെ പോളിപ്സ്, ഇത് നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോക്കൽ നൊഡ്യൂൾസ് 2 സൈഡിലും ഉണ്ടാവും. ബയലാട്രൽ കണ്ടീഷനാണ്, അതായത് 2 വോക്കൽ കോർഡിനെ ഒരുമിച്ച് ബാധിക്കും. പക്ഷേ വോക്കൽ പോളിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിലാട്രൽ ആയിരിക്കും, ഒരു സൈഡിലേ ഉണ്ടാവുള്ളൂ. രണ്ടും വോയിസ് മിസ്യൂസും പ്രൊഫഷണൽസ് ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ ടീച്ചേഴ്സ്, ലോയേഴ്സ്, പിന്നെ സൂപ്പർ മാർക്കറ്റ്സ്, ഹൂ യൂസ് ദർ വോയിസ് ഡെയിലി ടു കമ്മ്യൂണിക്കേറ്റ്. ആൻഡ് സോ ആ മിസ്യൂസോ അല്ലെങ്കിൽ ഓവർ യൂസിൽ വരുന്ന കണ്ടീഷൻസാണ് ഇതെല്ലാം. ഇതിനെ എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ? ഇതിൻ്റെ പ്രിവെൻഷൻ ഇസ് ആക്ച്വലി എപ്പോഴും നോൺ ഇൻവേസീവായിട്ട് നമ്മൾ വോയിസ് തെറാപ്പി, നല്ല വോക്കൽ ഹൈജീൻ, പിന്നെ വോയിസ് റെസ്റ്റ്, അതാണ് മെയിനായിട്ട് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. വോയിസ് റെസ്റ്റ് നമ്മൾ ഐഡിയലി ഒരു 10 days വി ടെൽ ദം complete voice rest. Like they are not even supposed to say even a single word. They're supposed to communicate either by writing on a paper or by just showing actions, because that's what we want. That kind of rest is what we expect. Vocal hygiene എന്ന് പറയുന്നത്, if you're talking more than 1 hour continuously, അതിൻ്റെ ഇടയിൽ ബ്രേക്സ് എടുത്തിട്ട് 1 glass of water ഒക്കെ കുടിച്ച് കുറച്ച് സെറ്റിലായി, ആംപ്ലിഫയേഴ്സ് ലൈക്ക് യു കെൻ യൂസ് എ മൈക്ക്, സോ നമ്മുടെ വോക്കൽ സ്ട്രെയിൻ കുറയും. പിന്നെ നമ്മുടെ വോയിസ് തെറാപ്പി ടു ഷോ ദം ഹൗ ദേ കെൻ യൂസ് ദെയർ വോയിസ് പ്രോപ്പർലി, അതായത് ഹൗ ടു നോട്ട് മിസ്യൂസ് വോയിസ് എക്സസൈസസ്, അതൊക്കെ വെച്ചിട്ട്. സർജിക്കൽ ഇന്റർവെൻഷൻസ് ആണോ കൂടുതലും? വോക്കൽ നൊഡ്യൂൾ ആൻഡ് വോക്കൽ പോളിപ്പ്, ഇഫ് ഇറ്റ്സ് ഏർലി നമ്മൾ സർജിക്കലി പോവാറില്ല. വി ഓൾവേസ് ഗോ ഫോർ എ കൺസർവേറ്റീവ് management. That is, like I said, voice therapy, vocal hygiene, and voice rest. But if the patient is a professional voice user and the symptoms has been more than 1 year, and video laryngostroboscopy, അതായത് നമ്മൾ ഫ്ലെക്സിബിൾ ലാരിങ്കോസ്കോപ്പി, രണ്ടും സെയിം ആണ്, ഇതിൽ നമ്മൾ നോക്കിയിട്ട് അതിൽ ഒരുപാട് ചേഞ്ചസ് കണ്ടാൽ then we should intervene, because that will affect their day-to-day voice problems. And what we can do is we have advanced technique of vocal cord surgeries, that is where we use laser for excising, so that we have good margins and maximum voice is maintained. So initial stages തന്നെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ സ്കോപ്പ് ഓഫ് റിക്കവറി ഈസ് better. It's nearly 100%. You can get good outcome by just doing conservative management. Okay. But if it goes to surgery also, you don't have to worry about the outcome, because we have advanced, like I said, CO2 laser is there. We can get good outcomes. കുട്ടികളിൽ എങ്ങനെയാണ് ഇതിന്റെ ഒരു
Okay. So when it comes to kids or children, we don't touch the vocal cords when they are growing because vocal cords are growing with them. So the problem is the layers of vocal cord are disturbed if you go for a surgical management immediately in kids. So we go for conservative as much as possible. So it is very hard to give them voice rest because they primarily shout all the time, but you don't have to intervene unless and until it is severely hoarse, like if the voice is severely hoarse. Otherwise you can just let it go, and primarily you take a call of doing surgery definitely after 8 years. 8 to 10 years you can wait, and then you can go for the surgery, not before, any time before that. It's very risky. അതുപോലെ മിക്ക പേരൻസിനുള്ള ഒരു കൺസേൺ ഇപ്പോൾ റീസെന്റ് ഒക്കെ ആണെങ്കിൽ പറയുന്നത് കേൾക്കുന്നത് അഡിനോയിഡ് ഇഷ്യൂസ് കുട്ടികളിൽ ഡെവലപ്പ് ആവുന്നത്, അതിൻ്റെയൊക്കെ ഒരു ഏർലി സൈൻസ് ആൻഡ് സിംറ്റംസ്. സോ വി ഗെറ്റ് എ ലോട്ട് ഓഫ് പേഷ്യൻസ് ഇൻ ഒ പി ഡി. നമ്മൾ കാണുന്ന പകുതിയോളം പിള്ളേർക്കും അഡിനോയിഡ്സും ടോൺസിൽസും ആണ് കംപ്ലയിൻറ്റ്. സോ ബേസിക്കലി എപ്പോഴും ഫസ്റ്റ് സിംറ്റം അവർ പ്രസൻറ്റ് ചെയ്യുന്നത് മൗത്ത് ബ്രീത്തിങ്, അതായത് വാ തുറന്ന് വെച്ച് ഉറങ്ങുക, പിന്നെ നല്ല കൂർക്കം വലി, എല്ലാ ദിവസവും തന്നെ കൂർക്കം വലിക്കും. ഇതൊക്കെയാണ് ഇവരുടെ സിംറ്റംസ്. ടങ് സ്റ്റിക്കിംഗ് ഔട്ട്. Tongue sticking out is that is also a kind of symptom that develops later on, because what happens is when these kids open their mouth and sleep, the palate gets pushed up. So it's called a high arch palate and pinched nose. ഇങ്ങനെ മൂക്ക് പിഞ്ച് ചെയ്ത് വെച്ച പോലെ ഇരിക്കും. അപ്പം എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാ തുറന്നിട്ട് ടങ്ക് കൂടുതൽ എക്സ്പോസ്ഡ് ആവും. അപ്പോൾ അവർക്ക് കൂടുതൽ ഡ്രൈനെസ് ഓഫ് മൗത്ത്, ചിലർ അങ്ങനെയും വരും. അപ്പോൾ ഇതെല്ലാം അതിലുള്ളതാണ്. ബേസിക്കലി ദ മോമെൻറ്റ് ദേ ഹാവ് ഫേഷ്യൽ ഫീച്ചേഴ്സ് ആൻഡ് ദേ ഹാവ് ദീസ് സിംറ്റംസ്, യു ഹാവ് ടു ഇൻ്റർവീൻ. ആൻഡ് ഇൻ്റർവീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ടേക്ക് എൻ എക്സ്റേ, സിമ്പിൾ എക്സ്റേ, ദാറ്റ് ഈസ് എക്സ്റേ ടു ലുക്ക് ഫോർ ദി അഡിനോയിഡ്സ്. അതിൽ grade 1 and grade 2 ആണെങ്കിൽ it's nothing much to worry. You can go for a conservative management, that is you can use nasal sprays and you can reduce it. But if it is more than 3, grade 3 to grade 4, then you have to intervene, and we have a lot of advanced techniques to remove the adenoids. It's not a big surgery, it's a very small surgery. It will take merely 1 hour, that's it. ഇവൻ ഇപ്പൊ സർജറി കഴിഞ്ഞിട്ടും ചിലർക്ക് ഇത് വീണ്ടും വരുന്ന ഒരു ചാൻസസ് പറ്റി കേട്ടിട്ടുണ്ട്. അങ്ങനെ എത്രത്തോളാണ്? Yes, that's a good question actually, because നമുക്ക് normal adenoidectomy, so there are many techniques of doing adenoidectomy. So there is a cold steel method where we use an instrument to just shave it off. So in that what happens is we are not completely shaving everything, so there's a little bit here and there which remains, so that remains can become as a recurrence. But the moment we use advanced techniques like cobblators, so there is a technique called as coblation adenoidectomy, so we go behind the adenoid and we shave off everything, so we are not leaving even a little tissue left, only in the area near to the eustachian tube, so that they don't have any problem with the hearing. But otherwise the complete adenoids are removed, so that in that technique we don't see much recurrence. ഇപ്പൊ റീസെന്റ് അഡിനോയിഡ്സിന്റെ കുട്ടികൾക്ക് ഡെവലപ്പ് ആവുന്നതിന്റെ ഒരു കമ്പയർഡ് ടു ഏർലിയർ ടൈംസ് ഇപ്പൊ റീസെന്റ് കൂടുതലാണോ? അങ്ങനെ എന്തെങ്കിലും? We are recently yes, actually what happens is in old times, see for example olden generation, the moment they see rhinitis and ear block and ear pain, they will never take their child for an operation. They'll never want to do a surgery on them. But the issue was, because of that they've developed ear infections, multiple ear infections, and they've later progressed into CSOM, that is the tympanic membrane ruptures, and they've gone into CSOM, and they've got into a lot of facial problems like the high arch palate, like I said, and more of sinusitis, all that in the later stages. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ അത് റെക്ടിഫൈ ആയിരുന്നെങ്കിൽ ഇതെല്ലാം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാമായിരുന്നു. ഇപ്പോഴത്തെ കാലഘട്ടത്ത് പേരൻസ് ആർ മോർ open-minded, and they know that if they don't do this അവരുടെ കൊച്ചു കൂടുതൽ സഫർ ചെയ്യും. So maybe a good education is helping the parents. But before there were not much of social media platforms where they are educated much. So now we have a lot of education platforms and people are more educated about this.
അതുപോലെ ഇപ്പം മിക്ക ആൾക്കാരും വേറൊരു കൺസേൺസ് പറയുന്ന കേൾക്കുന്നത് ചെവിയിൽ ഇങ്ങനെ നമ്മൾ മൂളിച്ച പോലെ ഒരു ബസ്സിങ് സൗണ്ട് ഒക്കെ കേൾക്കുന്നത് അതെന്തുകൊണ്ടാണ്? സോ ദ റിങ്ങിങ് സെൻസേഷൻ ഇൻ ദ ഇയർ ഓർ മൂളിച്ച എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ ടേമിൽ തന്നെ ടിനിറ്റസ് എന്ന് പറയും. സോ ടിനിറ്റസ് ഈസ് സംതിങ് is very, what do you say, it affects your day to day life because some cases it is very severe and they cannot even sleep. So tinnitus ന് കുറേ causes ഉണ്ട്. മെയിൻ സിമ്പിൾ ആൻഡ് മെയിൻ കോസസ് ഇയർ വാക്സ്. ഇപ്പോൾ ഇയർ വാക്സ് ഉണ്ടെങ്കിൽ കുറേ പേർക്ക് ഇതുണ്ടാവാം. പിന്നെ നോയ്സ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ്. ഇപ്പോൾ നോയ്സ് ഇൻഡ്യൂസ്ഡ് ആയിട്ട് ഇപ്പോൾ പീപ്പിൾ ഹു ആർ വർക്കിംഗ് ഇൻ നിയർ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ഹൈ ലൗഡ് എക്സ്പോഷർ ഉള്ള ഏരിയാസിലെല്ലാവർക്കും ഈ ടിനിറ്റസ് അനുഭവപ്പെടാം. പിന്നെ എന്തെങ്കിലും ഹെഡ് ഇഞ്ചുറീസ് എന്തെങ്കിലുമൊക്കെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ, മുമ്പ് ഹെഡ് ഇഞ്ചുറി ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്കും ടിനിറ്റസ് വരാം. പിന്നെ കുറേ ഫങ്ഷണൽ ടിനിറ്റസും ഉണ്ട്. സോ ചിലത് പിന്നെ എന്താ പറയുക, നമ്മുടെ ബ്ലഡ് വെസൽ എന്തെങ്കിലും അതുവഴി അബറൻ്റായിട്ട് പോകുന്നുണ്ടെങ്കിലും, അതായത് ആ കോഴ്സ് മാറി അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ചിലവർക്ക് അത് ചിലപ്പോൾ നമുക്കും കേൾക്കാൻ പറ്റും. സോ ദർ ആർ 2 types ഓഫ് ടിനിറ്റസ്, ഒബ്ജക്റ്റീവും സബ്ജക്റ്റീവും ഉണ്ട്. സോ ഒബ്ജക്റ്റീവിൽ ബേസിക്കലി അവർ കൂടുതലത് പറയും, നമുക്ക് അവർ പറയുന്നത് മനസ്സിലാവത്തില്ല. പക്ഷേ സബ്ജക്റ്റീവായിട്ട് ഇപ്പോൾ അവർ പറയുമ്പോൾ നമുക്കത് കേൾക്കാൻ പറ്റും. നമുക്ക് അടുത്ത് പോകുമ്പോൾ വി കൻ ഓൾസോ ഹിയർ ദ പൾസറ്റൈൽ സൗണ്ട്. അതുപോലെ സഡൻ ആയിട്ട് ഹിയറിംഗ് ലോസ് വരുന്നത് അത് എന്തുകൊണ്ടാണ്? See, sudden hearing loss is a very important thing to know. കാരണം ആൾക്കാർ ഒരു ഇപ്പോൾ 3 daysനുള്ളിൽ ആണ് ഹിയറിംഗ് ലോസ് എങ്കിൽ ദ ഗുഡ് ന്യൂസ് ഇസ് ദറ്റ് യു ക്യാൻ റീഗെയിൻ ഇറ്റ് ബാക്ക് കംപ്ലീറ്റ്ലി. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദ മൊമെൻറ്റ് ഇറ്റ് ക്രോസസ് 3 days, നമുക്ക് ആ ഒരു ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഇറ്റ് ബാക്ക് ബിക്കംസ് വെരി നിൽ, അല്ലെങ്കിൽ നമുക്കത് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. സോ അതിൻ്റെ മെയിൻ കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സഡൻ ആയിട്ട് പേഷ്യൻസിന് ഇന്നർ ഹിയറിൽ ഹെയർ സെൽസിൽ ഡാമേജ് വരുമ്പോഴാണ് ഈ സഡൻ സെൻസോന്യൂറൽ ഹിയറിംഗ് ലോസ് വരുന്നത്. അത് വന്നു കഴിഞ്ഞാൽ ഇന്നർ ഇയർ ഡാമേജ് അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും ഇതൊക്കെ വരാം. അപ്പോൾ ആ കേസസിൽ നമുക്ക് എന്താ കൺസർവേറ്റീവായിട്ട് മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻട്രാടിംപാനിക് ഇഞ്ചെക്ഷൻസ് കൊടുത്തിട്ട് we can bring it back. So the biggest thing to note is that 3 ദിവസത്തിനകം പേഷ്യൻ്റ് വരണം. അത് വന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര ചാൻസ് കുറവാണ്. അതുപോലെ ഇപ്പം മിക്ക ഹോസ്പിറ്റൽസിലും ഈ ന്യൂ ബോൺ ഹിയറിംഗ് സ്ക്രീനിങ് മസ്റ്റ് ആയിട്ട് തന്നെ നടക്കുന്നുണ്ടല്ലോ, അതിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട്. അത് ബിക്കോസ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഇഫ് ദ കിഡ് ഈസ് ഹാവിങ് എനി ഹിയറിംഗ് ലോസ്. ബിക്കോസ് ഇപ്പോൾ നമ്മൾ OE എന്ന് പറഞ്ഞിട്ടുള്ള ഓട്ടോ അക്കോസ്റ്റിക് എമിഷൻസ് വഴിയാണ് നമ്മൾ ആദ്യം തന്നെ വി ആർ ചെക്കിങ് ഔട്ട് ഇഫ് ദർ ഇസ് എനി ഹിയറിംഗ് ലോസ് ഓർ നോട്ട്. ബിക്കോസ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് വി ഫൈൻഡ് ഔട്ട് ദ ഹിയറിംഗ് ലോസ് ബിഫോർ ദ ചൈൽഡ് സ്റ്റാർട്ട്സ് സ്പീക്കിംഗ്, പ്രീലിംഗ്വൽ പോസ്റ്റ്ലിംഗ്വൽ, സോ ആ ടൈമിന് മുന്നേ നമുക്കത് ക്യാച്ച് ചെയ്താൽ, ഇഫ് വി ഡൂ സംതിങ് ടു ഇൻ്റർവീൻ ബിഫോർ ദേ സ്റ്റാർട്ട് ടോക്കിംഗ്, ദേ വിൽ ഹാവ് ഗുഡ് results. പക്ഷേ the moment they start they don't speak because of the hearing loss and they progress to a very matured age, then നമുക്കത് ഹെൽപ്പ് ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ്. So there are advanced methods of using, like for example cochlear implantation. ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് if we do it in a good age, they'll have good results and they will be like normal kids. You can help them way before. So അതുകൊണ്ട് neonatal screening is very important and you must do it. മിക്ക ആൾക്കാർക്ക് ഈ മൂക്കടപ്പ് വരുമ്പോൾ സ്ഥിരമായിട്ട് നേസൽ സ്പ്രേ, ഇപ്പൊ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഇൻഹേലേഴ്സ്, നേസൽ സ്പ്രേ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെയൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ടോ? So nasal spray എന്ന് പറയുന്നത്, there are 2 variants. So when we come into nasal sprays, there are saline nasal sprays. There are nasal sprays which contain oxymetazoline. അതായത് oxymetazoline എന്ന് പറഞ്ഞിട്ടൊരു കണ്ടന്റ് ഉണ്ട്. അതായത് നമ്മുടെ ഒട്രിവൻ, ഏറ്റവും the commonly loved sprays by general crowd. പിന്നെ നമുക്ക് ടോപ്പിക്കൽ സ്റ്റിറോയിഡ് സ്പ്രേസ് ഉണ്ട്. സോ ഈ സലൈനും സ്റ്റിറോയിഡ് സ്പ്രേസും യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ് നമ്മുടെ മൂക്കിന് വരില്ല. പക്ഷേ ഈ ഓട്രിവൻ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മൂക്കിൻ്റെ ടർബിനറ്റ്സ് ചുരുങ്ങുകയും പിന്നെ അത് യൂസ് ചെയ്യൽ നിർത്തുമ്പോൾ അത് ഡബിൾ സ്ട്രെങ്ത്തിൽ അത് റീബൗണ്ട് കഞ്ചഷൻ വരുത്തുകയും ചെയ്യും. സോ ഓട്രിവൻ നമ്മളൊരു 5 days വരെ മാക്സിമം യൂസ് ചെയ്യാവുള്ളൂ. ബട്ട് ഇഫ് യു ഹാവ് അലർജിക് റൈനൈറ്റിസ് and you are diagnosed with allergic rhinitis from an ENT, then you can use intranasal steroid sprays. അതിന് ലോങ് ടേം ഒരുപാട് സൈഡ് എഫക്ട്സ് ഇല്ല. It only acts in the nose.
ബോഡിയിലേക്ക് ഒരുപാട് ആക്ഷൻ വരുന്നില്ല. പിന്നെ ചില റിപ്പോർട്ടഡ് കേസസിൽ ചെറിയ മൈൽഡ് ഇറിറ്റേഷൻ, വെരി അൺലൈക്ലി ചെറിയ ഒരു മൈൽഡ് ബ്ലീഡിങ് ബിക്കോസ് ഓഫ് ക്രസ്റ്റിംഗ്, ഇതൊക്കെ കണ്ടുവരാറുണ്ട്. അതല്ലാണ്ട് ഒരാളുടെ നിന്നും ഞങ്ങൾ അധികം കംപ്ലയിൻറ്റ്സ് കേട്ടിട്ടില്ല. യു കെൻ യൂസ് ഇറ്റ് ലൈഫ് ലോങ്. അതുപോലെ ഈ കോൺസ്റ്റന്റ് സ്നീസിങ് ഒക്കെ ചിലർക്ക് വന്നാൽ ഇസ് ഇറ്റ് ലൈക്ക് അലർജി റിലേറ്റഡ് മാത്രമാണോ അതോ സൈനസൈറ്റിസ് ഇൻഫെക്ഷൻസ് അങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് ആണോ? Yeah. So basically, allergy is the cause for sneezing. So sneezing കാരണം അലർജി കാരണം സ്നീസിങ് വരുന്നത് വളരെ കോമൺ ആണ്. സോ ദാറ്റ് ഈസ് എ കണ്ടീഷൻ കോൾഡ് എസ് അലർജിക് റൈനൈറ്റിസ്. ബട്ട് ദ മോമെൻറ്റ് യു ഗോ ഇൻ ടു സൈനസൈറ്റിസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് സിംറ്റം ഇസ് ഹെഡേക്ക് ഓർ ഫേഷ്യൽ പെയിൻ. ഇതാണ് അവർ മെയിൻലി നമ്മുടെ അടുത്ത് വരുന്നത്. പിന്നെ തിക്ക് പ്യൂർലൻറ്റ് സെക്രീഷൻ, അതായത് മൂക്കിൻ്റെ അകത്ത് കഫം വരിക, നല്ല തിക്ക് സെക്രീഷൻസ് ഉണ്ടാവുക, പിന്നെ പനി. ഇത് സൈനസൈറ്റിസിൻ്റെ ഫീച്ചേഴ്സാണ്. ബട്ട് അലർജിക് റൈനൈറ്റിസിൽ പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് ഡയറക്റ്റ്ലി പറയുന്നത് രാവിലെ എഴുന്നേറ്റ് ഒരു 10 പ്രാവശ്യം തുമ്മാണ്ട് എനിക്ക് ഐ കനോട്ട് സ്റ്റാർട്ട് മൈ ഡേ. പിന്നെ അവർക്ക് അലർജിക് ഷൈനേഴ്സ് ഉണ്ടാവും കണ്ണിൻ്റെ ചുറ്റും ബ്ലാക്ക്, പിന്നെ സല്യൂട്ട് സൈൻ, അവരെപ്പോഴും മൂക്കിങ്ങനെ ടച്ച് ചെയ്ത് അവിടെ കൂടെ ഒരു ബ്ലാക്ക് ലൈൻ ഇങ്ങനെ പോകും. സോ അങ്ങനെയുള്ളവർ ദേ ആർ ബേസിക്കലി അലർജിക് റൈനൈറ്റിസ് പേഷ്യൻസ്. അവർക്ക് നമ്മൾ ഇൻട്രാനേസൽ സ്റ്റിറോയിഡ് സ്പ്രേസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. മറ്റുള്ള പേഷ്യൻസിന് സൈനസൈറ്റിസ് ആണെങ്കിൽ വി ഹാവ് ടു ഇവാലുവേറ്റ് വിത്ത് ദം വിത്ത് CT, അതാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ്, CT പാരനീസൽ സൈനസ്. എന്നിട്ട് നമ്മൾ ഫർദർ പ്ലാൻ ചെയ്യും. കുട്ടികൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 ഇയറിൽ താഴേക്കുള്ള കുട്ടികളൊക്കെ കോൺസ്റ്റന്റ് ആയിട്ട് ചെവി പുള്ള് ചെയ്യുമ്പോൾ അത് പേരൻസ് പറയാറുണ്ട് ഇത് ഇയർ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ പല്ല് വരുന്നത് റിലേറ്റഡ് ആയിട്ടും അങ്ങനെ പറയുന്നുണ്ട്. സോ ബേസിക്കലി കുട്ടികൾ ചെവി പിടിച്ച് വലിക്കുന്നതിന് 2-3 കാരണങ്ങളുണ്ട്. വൺ ഈസ് ഇപ്പോൾ ബേസിക്കലി ഇപ്പോൾ വാക്സ് ഉണ്ടെങ്കിലും ഇറ്റ് ക്യാൻ പ്രൊജക്റ്റ് ആസ് ഇറിറ്റേഷൻ. കുട്ടികൾക്ക് നല്ല ഇറിറ്റേഷൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നീട് അവർ കുറേ ഇയർ ടച്ച് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യൂട്ട് ഓട്ടൈറ്റിസ് മീഡിയ. സോ അഡിനോയിഡ്സ് ഉള്ള പിള്ളേരുടെ മൂക്കിൻ്റെ അകത്ത് വെള്ളം കെട്ടിക്കിടന്നിട്ട് അത് അക്യൂട്ട് ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറയുന്ന കണ്ടീഷൻ ആവാം. അതിൽ പെയിൻ വരുമ്പോൾ പിള്ളേർ കുറച്ച് ഇറിറ്റേറ്റഡ് ആയിട്ട് ചെവി തട്ടാറുണ്ട്. പിന്നീട് മെയിനായിട്ടുള്ളത് ടീത്തിങ് വരുമ്പോൾ അത് റെഫേർഡ് പെയിനായിട്ട് ചെവിയിലേക്കും പിള്ളേർ ചെറിയ ഇറിറ്റേഷൻ പോലെ കാണിക്കാറുണ്ട്. നോട്ട് എവറി ടൈം, പക്ഷെ ചില കേസസിൽ അത് റെഫേർഡ് ഒട്ടാൽജിയ പോലെയാണ്. അതായത് ടങ്കിലോ ടീത്തിലോ ടോൺസിൽസിലോ ഒക്കെ ആയിട്ട് എന്ത് ഇൻസൾട്ട് ഉണ്ടായാലും അത് ചെവിയിലേക്ക് റേഡിയേറ്റ് ചെയ്യും. അതുപോലെ അഡൽട്സിലാണെങ്കിലും ഇപ്പോൾ നമ്മുടെ തേർഡ് മോളാർ വരുന്ന ടൈമിൽ അല്ലെങ്കിൽ അതിന്റെ റിലേറ്റഡ് എന്തെങ്കിലും ഡീക്കി അങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോൾ അത് നമ്മുടെ ചെവിയിലേക്കും അതിന്റെ ഇൻഫെക്ഷൻസ് ഡെഫിനറ്റ്ലി ലൈക്ക് ഐ സെഡ് റെഫേർഡ് ഓട്ടാൽജിയ അതിൻ്റെ നെർവസ് സപ്ലൈ സെയിം ആണ്. സോ വാട്ട് ഹാപ്പൻസ് ചെവിയിൽ ഇപ്പോൾ ഇറപ്റ്റ് ചെയ്യുന്ന ടീത്ത് വരുമ്പോഴത്തേനും പെയിനായിട്ട് ചെവിയുടെ അകത്ത് അവർക്ക് അനുഭവപ്പെടാം. ബിക്കോസ് ഇവിടെ എല്ലാം സപ്ലൈ ചെയ്യുന്ന നെർവസ് സിസ്റ്റം സെയിം ആണ്. സോ ആ നെർവ് വഴി ചെവിയുടെ അകത്തോട്ടായിരിക്കും പെയിൻ. ചിലവർ ചെവിയുടെ അകത്ത് പെയിൻ ആയിട്ട് വന്നിട്ട് പിന്നീടാണ് അവർ പല്ലിൻ്റെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ സ്പെസിഫിക് ഫുഡ് ഐറ്റംസ് ഇതുപോലെ അലർജി ട്രിഗർ ചെയ്യുന്ന അലർജി ട്രിഗർ ചെയ്യുന്ന ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട്. സോ അതിലെ മെയിൻ സംഭവമാണ് സീ ഫുഡ്. ഷെല്ലുള്ള സീ ഫുഡ് അത് ഭയങ്കര റിസ്ക്കാണ്. പ്രോൺസ് അതൊക്കെ ഭയങ്കര ചിലവർക്ക് ക്രാബ് ഉണ്ട്, ചിലവർക്ക് പ്രോൺസ് ഉണ്ട്. ഇറ്റ് ക്യാൻ ബി ലൈഫ് ത്രെറ്റനിങ്, അനഫൈലാക്റ്റിക് ഷോക്ക് ഒക്കെ വരെ ചാൻസ് ഉണ്ട്. പിന്നെ നട്ട്സ് അല്ല, അനഫൈലാക്റ്റിക് ഷോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി വാട്ട് ഹാപ്പൻസ് ഇസ് അവർക്ക് ചെറിയൊരു ഇച്ചിങ് പോലെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ബോഡി മൊത്തം ചൊറിയാൻ തുടങ്ങും. പിന്നെ അത് കഴിഞ്ഞിട്ട് റെസ്പിറേറ്ററി ഇൻസൾട്ട് വരും. അതായത് അവിടെയൊക്കെ ഫുള്ള് തടിക്കും, അതായത് ഫുൾ എഡിമാറ്റസ് ആവും. സോ അവർക്ക് ശ്വസിക്കാൻ പോലും പറ്റത്തില്ല, ലൈഫ് ത്രെറ്റനിങ്. അപ്പോൾ അവർക്ക് അവിടെയൊക്കെ ഫുള്ള് തടിച്ചിട്ട് ശ്വസിക്കാൻ പറ്റാണ്ട് ഇറ്റ് ക്യാൻ ഈവൻ ലീഡ് ടു ഡെത്ത്. സോ you should definitely know what you're allergic to. Peanuts, walnuts, cashews, ചിലവർക്ക് നട്ട്സിനോടൊക്കെ ഭയങ്കര അലർജി ഉണ്ട്. സോ അതുമൊക്കെ നമ്മൾ ശരിക്കും സൂക്ഷിക്കണം. കുട്ടികൾക്ക് നമുക്കൊരു എത്ര ഏജ് തൊട്ട് നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അലർജി ടെസ്റ്റ്? അത് ബേസിക്കലി വെൻ യു ഗിവ് ഫുഡ് അങ്ങനെ അവർക്ക് ഒരു റെഡ്നെസ്സോ അല്ലെങ്കിൽ ഇച്ചിങ് ഒക്കെ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ ദെൻ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദ കോസ്. വി ഹാവ് സ്പെഷ്യലൈസ്ഡ് ടെക്നീക്സ് ടു ഫൈൻഡ് ഔട്ട്. അതായത് സ്കിൻ പ്രിക്ക് ടെസ്റ്റൊക്കെ വഴി വി ക്യാൻ ഫൈൻഡ് ഔട്ട്. ഐഡിയലി ഇമ്മീഡിയറ്റ്ലി നമ്മൾ കൊച്ചിന് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് ഒരുപാട് സൈൻസ് അത് കാണിക്കണമെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ചെക്ക് ചെയ്യണം. വി ഷുഡൻ വെയിറ്റ്. ബിക്കോസ് അനഫൈലാക്സിസ് ആവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ പോലും പാടില്ല.
അപ്പോൾ നമ്മൾ കൊച്ചിന് ഇപ്പോൾ എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുന്ന ടൈമിൽ തന്നെ അങ്ങനെ ഒരുപാട് ഇച്ചിങ്ങും ബ്രീത്തിങ് ഡിഫിക്കൽട്ടി പോലെയൊക്കെ കാണിക്കുക, അല്ലെങ്കിൽ ഒരുപാട് ഇറിറ്റേഷൻ കാണിക്കാനാണെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ കൊച്ചിനെ ഇവാലുവേറ്റ് ചെയ്തേ പറ്റൂ. ഇപ്പോൾ ഈ യങ് ഏജിലൊക്കെ കുട്ടികൾക്ക് അലർജീസ് വരുന്നത് അത് അവർക്ക് ചിലപ്പോൾ ഫ്യൂച്ചറിലേക്ക് ഒരു ആസ്മയായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസസ്. ബിക്കോസ് അലർജിക് റൈനൈറ്റിസ് ഉള്ളവർക്ക് ആസ്മയും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അത് രണ്ടും കോറിലേറ്റഡ് ആണ്. അലർജി ഉള്ളവർക്ക് ആസ്മയുടെ ചാൻസ് വളരെ കൂടുതലാണ്. സോ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ആസ്മ എക്സ്പെക്റ്റ് ചെയ്യണം. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അതേപോലെ തന്നെ നമ്മൾ നോക്കി ട്രീറ്റ് ചെയ്യേണ്ടതാണ്. ജനറ്റിക്സ്, ഇപ്പോൾ പേരൻസിന് ആസ്മ ഉള്ളവർക്ക് അലർജി ഉള്ളവർക്ക് കുട്ടികൾക്ക് വരാൻ ചാൻസസ് ഉണ്ട്. With mother involved, maternal inheritance chances are very high. So മദറിന് എന്തുണ്ടോ അത് നമുക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ യു ഷുഡ് എക്സ്പെക്ട് അലർജി ആൻഡ് ആസ്മ ഇൻ ദോസ് പേഷ്യൻസ് ഓൾസോ. അലർജി കംസ് ഫ്രം എന്താ പറയുക, ഇൻഹെറിറ്റൻസ്. നമുക്കത് നമ്മുടെ കാരണവർക്ക്, നമ്മുടെ ഗ്രാൻഡ് പേരൻസിനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വി ഷുഡ് എക്സ്പെക്ട് ദ സെയിം. നമുക്കത് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. നമുക്ക് ഒരു അൺട്രീറ്റഡ് ആയിട്ടുള്ള ENT ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ബാക്കി നമ്മുടെ ബ്രെയിനിലേക്കുള്ള ബാക്കി ഓർഗൻസിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസസ്. So basically I think what you're asking is നമുക്കിപ്പോൾ സൈനസൈറ്റിസോ അല്ലെങ്കിൽ ക്രോണിക് ഓട്ടൈറ്റിസ് മീഡിയോ അൺട്രീറ്റഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പ്രശ്നം വരുമെന്ന്. ഡെഫിനറ്റ്ലി. സോ ഇതിൻ്റെ അകത്തിപ്പോൾ ഫോർ എക്സാമ്പിൾ സെക്രീഷൻസ് ആണ്. സോ ഇറ്റ് ഈസ് ഇൻഫെക്റ്റഡ് സെക്രീഷൻസ്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഇരിക്കുന്തോറും ആ എല്ലുകൾ അത് ബാധിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ബേസിക്കലി വാട്ട് ഹാപ്പൻസ് ഇസ് അങ്ങനെ ഇരുന്നിരുന്നത് ആ ബോണിന് ഇൻഫെക്റ്റ് ആയിക്കഴിഞ്ഞാൽ ദെൻ ഇറ്റ് ബിക്കംസ് വെരി ഡേഞ്ചറസ്. സോ ചെവിയുടെ കേസിലാണെങ്കിൽ അത് ഡയറക്റ്റ് ബ്രെയിനിലോട്ട് പോയിട്ട് ആപ്സസ് പോലെ ഫോം ചെയ്യാൻ, ടെമ്പറൽ ലോബ് ആപ്സസ് ഫോം ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് ഇഫ് അൺട്രീറ്റഡ്. കുറേ വർഷങ്ങളായിട്ട് ട്രീറ്റ് ചെയ്യാണ്ടിരുന്നിട്ട് പിന്നെ പേഷ്യൻ്റ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് ഹെഡ് ഏക്കും മെനിഞ്ചൈറ്റിസ് ഫീച്ചേഴ്സൊക്കെ ആയിട്ടായിരിക്കും. ഇൻ കേസ് സൈനസൈറ്റിസിലും അതേപോലെ തന്നെ ആ ഏരിയയിലുള്ള ബോണിന് മൊത്തം ഇൻഫെക്ഷനായിട്ട് ഓസ്റ്റിയോമൈലൈറ്റിസ് പോലെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഇൻ കേസ് സൈനസൈറ്റിസോ ഇതേപോലെ ഇയർ ഇൻഫെക്ഷൻസ്, ക്രോണിക് ഓട്ടൈറ്റിസ് മീഡിയ ഉണ്ടെങ്കിൽ വി ഹാവ് ടു ഗെറ്റ് ഇറ്റ് റെക്ടിഫൈഡ്. കുറേ കാലം അത് വെച്ചുകൊണ്ടിരിക്കുന്നത് അഡ്വൈസബിൾ അല്ല. പ്രിവെൻഷൻ നമ്മൾ എത്ര നാൾ കൂടിയാണ് ചെക്കപ്പ് ചെയ്യേണ്ടത്? സോ അത് നമ്മൾ കാറ്റഗറൈസ് ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ റെഗുലർ വാക്സ് വരുന്നവരുണ്ടാവും, ചിലവർക്ക് ജനറൽ ചെക്കപ്പ് വേണ്ടി വരും. സോ എനിത്തിങ് റിലേറ്റഡ് ടു ENT ഒരു ഇയർലി വൺസ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് ഇഫ് യു ഹാവ് റെഗുലർ വാക്സ് ഒരുപാട് വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു 6 months കൂടുന്തോറും you have to come to the ENT to clean your ears, and you shouldn't try cleaning on your own. Earbuds നമ്മൾ അഡ്വൈസ് ചെയ്യാറില്ല for general checkup. Otherwise every yearly once or rashamannu, if you have any symptoms or anything, you should definitely come once in a year.